വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27 18-19 സൂക്തങ്ങൾ. സുലൈമാൻ അഥവാ സോളമൻ ചക്രവർത്തി അദ്ദേഹവും സൈന്യവും ഒരു ഉറുമ്പിൻ്റെ താഴ്വരയിൽ എത്തിയപ്പോൾ ആ ഉറുമ്പുകളിൽപ്പെട്ട ഒരു ഉറുമ്പ് വിളിച്ചു പറയുകയാണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ മാളങ്ങളിൽ പ്രവേശിക്കുക, സുലൈമാനും അവൻ്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി അരക്കാൻ ഇടയാകാതിരിക്കട്ടെ. അതിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ ചക്രവർത്തി അഥവാ സോളമൻ ചക്രവർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ എനിക്ക് പ്രചോദനം നൽകണമേ. നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുവാനും നിൻ്റെ കാരുണ്യത്താൽ നിൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. സോളമൻ ചക്രവർത്തിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഉറുമ്പുകളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇന്നേവരെ മറ്റൊരു മനുഷ്യനും ഈ കഴിവ് ലഭിച്ചതായി അറിവില്ല. അദ്ദേഹത്തിൻ്റെ പക്ഷികളുടെയും മറ്റു പല ജീവികളുടെയും ഭാഷ അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സൈന്യവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉറുമ്പുകൾ ധാരാളമായി വസിക്കുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. അത് ഇന്നത്തെ ജോർഡാനിലാണെന്നാണ് പറയപ്പെടുന്നത് ആ താഴ്വര. ആ പ്രദേശത്ത് ഉറുമ്പുകളുടെ ധാരാളം പൊത്തുകളും മാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉറുമ്പുകളെക്കുറിച്ച് ഉള്ള പഠനത്തിൽ കുറേ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ് ഉറുമ്പുകൾ. ഒരു കൂട്ടിൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഉണ്ടാവും. മനുഷ്യനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവയുടെ സാമൂഹ്യ ജീവിതം. വളരെ ഐക്യത്തോടും ചിട്ടയോടും കൂടിയാണ് ഇവർ ജീവിക്കുന്നത്. ഇവരിൽ രാജ്ഞിമാരുണ്ട്, ജോലിക്കാരുണ്ട്, ചിറകുള്ള ആണുറുമ്പുകളുമുണ്ട്, ചിറകുള്ള പെണ്ണുറുമ്പുകളുമുണ്ട്, പട്ടാളക്കാരും യോദ്ധാക്കളും ഒക്കെ ഇവരിലുണ്ട്. ഇവരുടെ പരസ്പരമുള്ള സ്പർശനത്തിലൂടെയും ഇവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവയുടെ മുൻകാലുകൾ പരസ്പരം ഉരസുന്നതോടുകൂടി അതിൻ്റെ പല രീതിയിലുള്ള വിനിമയങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭക്ഷണമുള്ള സ്ഥലത്തേക്കുള്ള ദൂരം, ശത്രുക്കളുടെ ആഗമനം, അപകട മുന്നറിയിപ്പുകൾ, ഇതൊക്കെ അവർ പരസ്പരം കൈമാറുന്നുണ്ട്. ചില സസ്യങ്ങൾ കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉറുമ്പുകൾക്ക് തേൻ സജ്ജമാക്കി കൊടുക്കാറുണ്ട്. തേൻ വരാനായിട്ട് വരുന്ന ഉറുമ്പുകളെ ഭയന്ന് കീടങ്ങളൊക്കെ ഓടി അകലുകയാണ്. ചില പക്ഷികൾ ഉറുമ്പ് കൂടിനടുത്ത് വന്നിരിക്കും. അപ്പോൾ ഉറുമ്പുകൾ അവയുടെ മേലുള്ള ക്ഷുദ്രജീവികളൊക്കെ ഭക്ഷിക്കുകയും അതുവഴി പക്ഷികൾക്ക് ശരീരം സംരക്ഷിക്കാനും കഴിയുന്നു. സ്വന്തം ഭാരത്തേക്കാൾ 10 മടങ്ങ് ഭാരം വഹിക്കാനുള്ള കഴിവ് ഉറുമ്പുകൾക്കുണ്ട്. ഒറ്റ നിൽപ്പിൽ തന്നെ 8 ദിക്കുകളും താഴെയും മേലെയും ഒക്കെ കാണുവാനുള്ള കഴിവും അതിനുണ്ട്. ഉറുമ്പുകളുടെ ഘ്രാണശക്തി അതിശക്തമാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്മാരെക്കാളൊക്കെ വളരെയധികം കഴിവുള്ള ഒരു ജീവി കൂടിയാണ് ഉറുമ്പ്. സുലൈമാൻ നബി, അതായത് സോളമൻ ചക്രവർത്തി, നീതിമാനും ദയാലുവുമായ ഒരു രാജാവായിരുന്നു, പ്രവാചകനുമായിരുന്നു. തൻ്റെ രാജ്യത്തിലെ ഉറുമ്പുകൾക്ക് പോലും സമാധാനപരമായി സ്വസ്ഥമായി ജീവിക്കാൻ അദ്ദേഹം അവസരമൊരുക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സൈന്യത്തിൻ്റെ വരവ് കണ്ടപ്പോൾ ഉറുമ്പ് കൂട്ടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. സുലൈമാനും സൈന്യവും വരുന്നുണ്ട്, അവരറിയാതെ നിങ്ങളെ ചവിട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ നിന്ന് മാറിക്കൊടുക്കുക, മാളങ്ങളിൽ കയറിയിരിക്കുക. ഉറുമ്പുകളുടെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയ ദൈവത്തെ സ്തുതിക്കുകയാണ് സുലൈമാൻ നബി. അദ്ദേഹം തനിക്ക് ലഭിച്ച കഴിവുകളിൽ അഹങ്കരിച്ചിരുന്നില്ല. വളരെ വിനയാന്വിതനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിനക്ക് കൂടുതൽ നന്ദിയുള്ളവനായി തീരുവാനും നിന്നോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുവാനും നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായി തീരുവാനും
അതുവഴി നിൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും എനിക്ക് പ്രചോദനം നൽകണമേ, എന്നെ അതിന് നിയന്ത്രിക്കണമേ. അപ്പോൾ ദൈവബോധമുള്ള നീതിമാനായ ഒരു ഭരണാധികാരിയുടെ സ്വഭാവം, മാതൃകാപരമായ സ്വഭാവം സുലൈമാൻ നബിയുടെ ചരിത്രത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുകയാണ് മനുഷ്യ സമൂഹത്തെ.